കൊലപാതക കേസിലെ പ്രതികളുമായി നേതാക്കൾക്കുള്ള ബന്ധം ഒരിടവേളയ്ക്ക് ശേഷം CPM നേതൃത്വത്തിന് വീണ്ടും തലവേദനയാകുന്നു. കൊടിസുനിക്കായി പി ജയരാജൻ പരസ്യമായി രംഗത്തു വന്നതും കൊലപാതക കേസിലെ പ്രതിയുടെ ഗൃഹപ്രവേശ ചടങ്ങിന് CPM ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും മറ്റു നേതാക്കളും എത്തിയതും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പരസ്യമായി ഇരയ്ക്കൊപ്പം എന്ന് പറയുമ്പോഴും രഹസ്യമായി പാർട്ടി ഗുണ്ടകളെ സഹായിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് CPM എപ്പോഴും വച്ചുപുലർത്തിപ്പോയിട്ടുള്ളത്. നേരത്തെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കാണാൻ കഴിയുന്നത്. വിവരങ്ങൾ രോഹിണി, ക്രിമിനൽ കേസ് പ്രതികൾക്കൊപ്പമാണ് CPM നേതൃത്വമെന്ന് പറയാതെ പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന സഭാ വികാസങ്ങൾ തെളിയിക്കുന്നത്. കാരണം കൊലക്കേസ് പ്രതിയുടെ പരോളിന് സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് CPMന്റെ സംസ്ഥാന സമിതി അംഗം തന്നെ രംഗത്ത് വരുന്നു. മറ്റൊന്ന്, കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയുടെ വീടിന്റെ ഈ ഗൃഹപ്രവേശന ചടങ്ങ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് അതേ നേതാവ്. മാത്രമല്ല, CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജൻ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു. നമുക്കറിയാം, ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിനെ പരസ്യമായി CPM ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. നമുക്ക് TP കേസ് ഉൾപ്പെടെയുള്ളത് ഉദാഹരണമായി നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ പിന്നീട് ആ കേസിലെ പ്രധാന പ്രതികളെ ഒക്കെ തന്നെ രഹസ്യമായി സഹായിക്കുകയും അവരുടെ കല്യാണം നടത്തി കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് TP വധക്കേസിലെ പ്രതിയായ മുഹമ്മദ് ഷാഫിയുടെ കല്യാണത്തിന്റെ മുന്നിൽ നിന്നത് ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കറായ AN ഷംസീർ ആയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന പ്രധാനപ്പെട്ട സംഭവം, തലശ്ശേരി വടക്കുംപാട് BJP പ്രവർത്തകനായ നിഖിലിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് ശ്രീജിത്ത് എന്ന് പറയുന്ന CPM പ്രവർത്തകൻ. അയാളുടെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിലാണ് CPMന്റെ സംസ്ഥാന സമിതി അംഗമായ പി ജയരാജൻ നാടമുറിച്ചുകൊണ്ട് ആ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ചടങ്ങിലാകട്ടെ പങ്കെടുക്കുന്നത് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ MV ജയരാജനാണ്. മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയാണ്. ഇവരൊക്കെ ഇത് അഭിമാനം എന്നുള്ള രീതിയിൽ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ ഇവിടെ ചടങ്ങിന് വന്ന ആളുകളും ഒപ്പമുള്ള വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ഇത് വലിയ അഭിമാന പ്രവൃത്തി എന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത്. മറ്റൊന്ന്, നെടുനീള ന്യായീകരണമാണ് പി ജയരാജൻ കൊടിസുനിക്ക് വേണ്ടി കൊടിസുനിയുടെ പരോളിനെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടത്. അത് മാത്രമല്ല, ഒരു കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശനത്തിന് പോയി നാടമുറിക്കുന്നു. അതാ പോകുന്നത് ജില്ലാ സെക്രട്ടറി പി ജയരാജൻ, PP ദിവ്യ അടക്കമുള്ള പ്രമുഖർ. മാത്രമല്ല, ഷുഹൈബ് വധക്കേസിലെയും TP വധക്കേസിലെയും പ്രതികളും ആ ഗൃഹപ്രവേശന ചടങ്ങിലെത്തുകയാണ്. ഈ ബന്ധം എന്താണ് എന്ന ചോദ്യത്തിന് ഇനിയും ഒരു ഉത്തരം കാത്തിരിക്കണോ എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.